മലപ്പുറം വെട്ടിച്ചിറ ടോൾ പ്ലാസയിലെ തൂണിൽ കൈതട്ടി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടോൾ പ്ലാസയിൽ ബസ് എത്തിയ സമയത്ത് അബദ്ധത്തിൽ കൈ പുറത്തിട്ടപ്പോഴാണ് തൂണിൽ തട്ടി അപകടമുണ്ടായത്. ഇവരും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായ. സോണൽ, ഇത് കൈതട്ടി യാത്രക്കാർക്ക് പരിക്ക്. ഇത് സ്വകാര്യ വാഹനമല്ല, ബസ് യാത്രക്കാർക്കാണോ ഈ അപകടം സംഭവിച്ചത്? ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ? സ്മൃതി, ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോട് കൂടിയിട്ടാണ് ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ഈ അപകടം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ അങ്ങോട്ടേക്ക്, അത് ക്യാമറയിൽ ഇനി കാണാൻ പോകുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കമ്പികളിൽ തട്ടിയാണ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സാണ്, അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരു വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയ യാത്രക്കാർക്കാണ് ഈ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. കൈ പുറത്തേക്കിട്ട സമയത്ത് നമ്മളിൽ ദൃശ്യങ്ങളിൽ കാണുന്ന കമ്പിയിൽ തട്ടിയാണ് ഇരുവർക്കും പരിക്കേൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്നവരും ഈ ടോൾ പ്ലാസയുടെ അധികൃതർ ഉൾപ്പെടെ ഒക്കെ എത്തി അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സംവിധാനം ഒരുക്കിയിരുന്നു. പക്ഷേ വിദഗ്ധ ചികിത്സയ്ക്കായി അവരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചി, എപ്പോഴാണ് ഈ അപകടം നടക്കുന്നത്? അതൊരു 10-10:30 ആയിട്ടുണ്ടാവും. എന്താ സംഭവിച്ചത് ശരിക്കും? അവര് ടൂറിസ്റ്റ് ബസ്സിൽ വരികയായിരുന്നു. അപ്പോൾ അമ്മയുടെയും കുട്ടിയുടെയും അമ്മയുടെ കൈ ഇവിടുന്ന് ഇങ്ങനെ പോയിരുന്നു. അമ്മയുടെ അല്ലേ? അമ്മയും കുട്ടിയാണ് അല്ലേ? ആയിരിക്കും. പിന്നെ കുട്ടിക്കൊരു 1-1.5 വയസ്സുണ്ടാവും. 1.5 വയസ്സ് പ്രായമുള്ളൂ അല്ലേ? അതിൻ്റെ അമ്മയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അമ്മയ്ക്കാണ് കൂടുതൽ പരിക്ക്. അമ്മ മെഡിക്കൽ കോളേജിലും കുട്ടി മിംസിലും കോട്ടയം. അപ്പൊ തന്നെ ഇവരിവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അല്ലേ? ആംബുലൻസ് വന്നു. വലിയ തോതിൽ പരിക്കുണ്ടോ? അമ്മയ്ക്കുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വലിയ തോതിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക്, ഇത്തിരി പ്രായമായ സ്ത്രീയാണ്, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിക്ക് 1.5 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ടോളിലെ ജീവനക്കാരൊക്കെ തന്നെ പറയുന്നത്. 7ാമത്തെ ലൈൻ, അതായത് ഈ കാണുന്ന ലൈനിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ആ കാണുന്ന കമ്പിയിലാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആ ടൂറിസ്റ്റ് ബസ് ഈ ടോളിലേക്ക് എൻ്റർ ചെയ്യുന്നത് കാണാം. ആ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ബസ്സിൻ്റെ പുറകു ഭാഗത്തായിരുന്നു ഇവരുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ ടോളിൻ്റെ കടക്കുന്ന എൻട്രൻസിലുള്ള ആ കമ്പിയിൽ, വലതുഭാഗത്തുള്ള കമ്പിയിലാണ് ആ കുട്ടികളുടെയും അമ്മയുടെയും കൈ തട്ടുന്നത്. അതിനുശേഷം ബസ് മുന്നോട്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഉടൻ തന്നെ ഇടപെട്ടുകൊണ്ട് ആ ബസ് അവിടെ നിർത്തി അവരെ ഇറക്കി ആംബുലൻസ് എത്തിച്ച് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും 2 പേരും ഇപ്പോൾ ചികിത്സയിലാണ്. അമ്മയ്ക്ക്, ജീവനക്കാർ പറയുന്നതനുസരിച്ച് ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് ഗുരുതരമായിട്ട് ആ പരിക്കേറ്റിട്ടുള്ളത്. വാഹനത്തിൽ കൈയും തലയും പുറത്തിടരുത് എന്നുള്ള നിർദ്ദേശം എല്ലാ തവണയും നൽകുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഓടുന്ന വാഹനത്തിൽ നിന്നാണ് യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ള വിവരമാണ് സോണൽ കൃഷ്ണ നൽകുന്നത്.